ഗേൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, കഴിഞ്ഞ പരീക്ഷയിൽ കുറേ കുട്ടികൾക്ക് ഒരുപക്ഷെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താ കാരണം? ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള മുഴുവൻ കൺസെപ്റ്റുകളും പഠിക്കാത്ത ഒരു കുട്ടിക്ക് ഇനി ഇവിടെ നിന്നിട്ടുള്ള ഒരു പരീക്ഷയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്സിനകത്ത് ആദ്യത്തെ 2 ചാപ്റ്റർ തീർന്നു. ഇനി അടുത്ത് നമുക്ക് ക്രിസ്മസ് എക്സാമിന് അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിന് അടുത്ത് വീണ്ടും ചാപ്റ്ററുകൾ വരും. അപ്പൊ നമ്മൾ ഫസ്റ്റ് വോളിയത്തിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ, അതായത് ഫിസിക്സിനകത്തെ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ് ആ ചാപ്റ്റർ? പ്രഷർ അല്ലെങ്കിൽ മർദ്ദം. ഈ ചാപ്റ്ററിൽ ഇനി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം? ഇതുവരെ പഠിക്കാത്ത കുട്ടികൾക്ക് പോലും എന്ത് ചെയ്യാം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പഠിച്ചിരിക്കണം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് വോളിയത്തിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററും പക്ഷെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ട് മാറും ഈ ഒരു ചാപ്റ്റർ. അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത. അതാണ് പ്രഷറിന്റെ പ്രത്യേകത. അപ്പൊ പ്രഷർ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പ്രഷർ ആവാൻ പാടില്ല. അതുകൊണ്ട് പ്ലഷർ ആയിട്ട് പഠിക്കണം. അപ്പൊ 3rd ചാപ്റ്ററിന്റെ പേരെന്താണ്? മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്നാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ആദ്യം നിങ്ങൾ പഠിക്കുന്നത് പ്രഷറുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ പഠിക്കണം. ഞാൻ ജസ്റ്റ് ഇപ്പൊ ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. അതായത് P = F/A. ഇതാണ് നമ്മളെ പ്രഷർ കാണാൻ ഇക്വേഷൻ. അപ്പൊ P = F/A. ഇത് എങ്ങനെ കിട്ടുന്നു, ഇത് ഉപയോഗിച്ചിട്ട് ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നു ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ F എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോഴ്സ് ആണ്, ത്രസ്റ്റ് എന്നൊക്കെ പറയും, വ്യാപക മർദ്ദം എന്നൊക്കെ പറയും. A എന്ന് പറഞ്ഞാൽ ഏരിയ, പ്രതല വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് എന്നൊക്കെ പറയാം. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, ന്യൂട്ടൺ ആണ്. ബൈ ഏരിയയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീറ്റർ സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ പൊതുവെ പറയുന്ന പേര് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയും. അപ്പോ പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P = F/A. അതിന് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ പൊതുവെ പറയാം, അതായത് SI യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നമ്മൾ പാസ്കൽ എന്നാണ് പറയുക. അപ്പൊ PA എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പൊ ഈ ഇക്വേഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഏരിയ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയുന്നു, അല്ലെങ്കിൽ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടുന്നു. അപ്പൊ രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രഷർ, ഈ മർദ്ദവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഒന്നാമത്തെ ലിക്വിഡ് പ്രഷർ. ലിക്വിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ദ്രാവക മർദ്ദം. എന്താണ്? ദ്രാവക മർദ്ദം. അടുത്തത് ഗ്യാസ് പ്രഷർ, അതായത് വാതക മർദ്ദം. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് അന്തരീക്ഷ മർദ്ദം എന്നുള്ളതാണ്. ഇതില് ഈ ലിക്വിഡ് പ്രഷറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകളൊക്കെ പഠിക്കാനുണ്ട്. അതായത് ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ലിക്വിഡ് പ്രഷർ കൂടും, അതായത് ഡെപ്ത് കൂടുക എന്നൊക്കെ പറയും. പിന്നെ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ലിക്വിഡ് പ്രഷർ, ദ്രാവക മർദ്ദം കൂടുന്നു. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്, ലിക്വിഡ് പ്രഷർ. അതോടൊപ്പം തന്നെ ഈ ലിക്വിഡ് പ്രഷർ കണ്ടെത്താനായിട്ട് നമ്മൾ മാനോമീറ്റർ എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു ഉപകരണത്തെ കുറിച്ചൊക്കെ ഈ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത നമുക്ക് വരുന്നത് ഗ്യാസ് പ്രഷറാണ്, അതായത് വാതക മർദ്ദം. അതായത് ദ്രാവകങ്ങൾക്ക് മാത്രമല്ല മർദ്ദം പ്രയോഗിക്കാൻ പറ്റുക, ഖരപദാർത്ഥങ്ങൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസിന് മാത്രമല്ല പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റുക. അത് ലിക്വിഡും അതേപോലെ തന്നെ ഗ്യാസിനും പറ്റുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ ഗ്യാസ് പ്രഷറിൽ ഇവിടെയും നമുക്ക് പഠിക്കാനുള്ളത് കൂടുതൽ അങ്ങനെ അധികം ആഴത്തിൽ പഠിക്കാനുള്ള പകരം ഗ്യാസ് പ്രഷർ, അതായത് വാതക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അല്ലെ, നമ്പർ ഓഫ് കണികകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ വാതക മർദ്ദത്തിന്റെ അളവ് കൂടുന്നു. അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലും വോളിയം കൂടിക്കഴിഞ്ഞാലും അപ്പൊ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഗ്യാസ് പ്രഷറിൽ പഠിക്കേണ്ട, അല്ലാതെ വേറെ ഒന്നും പഠിക്കാനില്ല. പിന്നെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അറ്റ്മോസ്ഫിയർ പ്രഷറാണ് അന്തരീക്ഷ മർദ്ദം. മുകളിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു, അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അങ്ങനെയെങ്കിൽ താഴേക്ക് വരും തോറും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു, കൂടുന്നു. അതുകൊണ്ടാണ് നമ്മൾ മലയുടെ മുകളിലേക്കൊക്കെ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് മൂക്കിൽ എന്ത് ചെയ്യുന്നു, ആ രക്തക്കുഴലൊക്കെ പൊട്ടി ബ്ലഡൊക്കെ പുറത്തേക്ക് വരാൻ കാരണം ഹൈറ്റ് കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, പ്രഷർ കുറയും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു, പ്രഷർ കൂടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ, എക്സാമ്പിളുകളൊക്കെ നമുക്ക് പഠിക്കണം. അതോടൊപ്പം തന്നെ ഇത് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറഞ്ഞാൽ ബാരോമീറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്.
അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചാപ്റ്ററിനകത്ത് ഓരോ കൺസെപ്റ്റുകളും ക്ലിയർ ആയിട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററായി മാറും നമ്മൾ ഈ ഒരു പ്രഷർ എന്നുള്ള ചാപ്റ്റർ. അതുകൊണ്ട് ഈ ഒരു പ്രഷർ എന്നുള്ള ചാപ്റ്റർ പ്ലഷർ ആക്കാൻ വേണ്ടി നമ്മുടെ സൈലത്തിൻ്റെ 8ാം ക്ലാസ്സിൻ്റെ യോധ ബാച്ച് ഉണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് പ്രഷർ നമുക്ക് പ്ലഷറായിട്ട് പഠിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഓരോ കണ്ടന്റുകളും ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു, ക്രമേണ നമ്മൾ പഠിക്കും. ഓരോ കണ്ടന്റ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിലെ മൊത്തത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് മനസ്സിലാക്കിയേക്കുക. ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും എന്ത് ചെയ്യണം, ജസ്റ്റ് ആ ചാപ്റ്ററിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മളെ സൈലം യോധ ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളിയാക്കാം.